ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്റർ, അതായത് 8ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ 5ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക് തന്ന് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 5ാം ക്ലാസ്സിലെ 8ാമത്തെയും അവസാനത്തെയും ചാപ്റ്ററായ, അതായത് ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാമ്പഴത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഒരു മാവിൽ നിറച്ച് മാമ്പഴമുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത് എന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പുഴു ഉണ്ടാകുന്നത്? നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ മാങ്ങ, അതുപോലെ പേരയ്ക്ക ഇതൊക്കെ കഴിക്കുമ്പോൾ അതിലെന്തുണ്ടാകാറുണ്ട്? പുഴുക്കൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പുഴുവൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചില പ്രാണികളെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുട്ട വിരിഞ്ഞ് ലാർവ, കുഴിയാന മുട്ട വിരിഞ്ഞ് അത് കുഴിയാനയാകുന്നു. പിന്നെന്താണ് പ്യൂപ്പ അത് പോലെ ആൻ ലയൺ ലേസ് വിങ് ഇതൊക്കെ മുട്ട വിരിഞ്ഞിട്ട് ആദ്യം ലാർവയും പിന്നെ പ്യൂപ്പയും അങ്ങനെ ജീവിയൊക്കെ ആയി മാറുന്ന ജീവികളാണ്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഒരു ഇതാണ് കുഴിയാനയുടെ മുട്ട എന്ന് പറയുന്നത്. അതിൻ്റെ മാതൃജീവിയോട് യാതൊരുവിധ സാദൃശ്യവും നമുക്ക് ഇത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലാർവയാകുന്നു, അത് കുഴിയാന ലാർവയായി, പിന്നെ അത് പ്യൂപ്പയാകുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ആൻ ലയൺ ലേസ് വിങ് എന്ന് പറയുന്ന ഈ ഒരു ജീവിയായിട്ട് മാറുന്നു. ആൻ ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കണ്ട കുഴിയാന എന്ന് പറയുന്ന ശരിക്കും ആ പ്രാണിയുടെ പേരെന്താണ്? ഈ കാണുന്ന ഈ ഒരു ജീവിയാണ് മുട്ടയിട്ട് കുഴിയാന ഉണ്ടാക്കുന്നത്. അപ്പം ആൻ ലയൺ ലേസ് വിങ് എന്നാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ജീവിയുടെ പേര് എന്ന് പറയുന്നത്. ആ ഒരു പ്രാണിയുടെ പേര് ആൻ ലയൺ ലേസ് വിങ്. അപ്പോൾ ഈ പിന്നെ ഒരിനം ചിറകുള്ള ജീവിയാണ് ഈ ആൻ ലയൺ ലേസ് വിങ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജീവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിൽ ഇങ്ങനെ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഏത്? ആൻ ലയൺ ലേസ് വിങ് എന്ന് പറയുന്നത്. ആൻഡ് ലയൺ ലേസ് വിങ്. ഇനി ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. അപ്പോൾ ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇതിന് ആൻഡ് ലയൺ എന്ന് പേര് വന്നത്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. അപ്പോൾ ഈ ലാർവ എന്ത് ചെയ്യുന്നു? ഇത് എങ്ങനെയാണ് ഒരു കൂടുണ്ടാക്കും? നമുക്കറിയാം കുഴിയാനയുടെ നേർത്ത കൂട്. അപ്പോൾ മൺതരികളും നേർത്ത നൂലും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് കൂടുണ്ടാക്കുന്നത്. ഈ കൂട് ഇതെന്തായിട്ട് മാറും? ഇത് പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് ആരുണ്ടാകുന്നത്? ഈ പറഞ്ഞ ആൻ ലയൺ ലേസ് വിങ് എന്ന് പറയുന്ന പ്രാണി ഉണ്ടാകുന്നത്. ഇനി രൂപാന്തരം. എന്താണ് രൂപാന്തരം അഥവാ മെറ്റമോർഫോസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. മെറ്റാമോർഫോസിസ്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പോൾ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ ചില ജീവികൾക്കും അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ
അഥവാ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. അപ്പോൾ ഈ മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നമുക്കറിയാം. പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാ? പാറ്റ, അതുപോലെ നമ്മുടെ പൂമ്പാറ്റ അല്ലെങ്കിൽ ചിത്രശലഭം, ഇതൊക്കെ അങ്ങനെയുള്ള ജീവികളാണ്. അപ്പോൾ പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? പാറ്റയുടെ മുട്ട ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ കുഞ്ഞ് എങ്ങനെയാണ്? കുഞ്ഞ് എന്താണ്? വളരെ ചെറിയൊരു ജീവിയായിരിക്കും അല്ലേ? നിംഫ്. ഇതാണ് ആ കുഞ്ഞിന്, പാറ്റയുടെ കുഞ്ഞിന് പറയുന്ന പേരാണ് നിംഫ് എന്നാണ് പറയുന്നത്. നിംഫ്. ഇനി പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പാറ്റയുടെ കുഞ്ഞിന് എന്താ പറയുന്നത്? അതാണ് നിംഫ് എന്ന് അറിയപ്പെടുന്നത്. പാറ്റയുടെ കുഞ്ഞാണ്. അപ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്? നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. അപ്പോൾ പാറ്റയുടെ കുഞ്ഞുങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് നിംഫ്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. അപ്പോൾ ഈ നിംഫ് എന്ത് ചെയ്യുന്നു? വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. അതിനെയാണ് ഇതിനിടെ എന്ത് ചെയ്യുന്നു? പലതവണ അതിൻ്റെ പുറം ചട്ട പൊഴിച്ച് കളയുന്നു. അവസാനമാണ് അത് നമ്മൾ കാണുന്ന എന്തായിട്ട് മാറുന്നത്? പാറ്റയായി മാറുന്നത്. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ജോലി എന്താണ്? പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ എന്ത് ചെയ്യുന്നു? ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെടികളൊക്കെ നട്ടിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ചില പുഴുക്കൾ, കുഞ്ഞു പുഴുക്കൾ എന്ത് ചെയ്യുന്നു? ആ ഇലകൾ ആഹാരമാക്കുന്നു. ഇനി ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയ്ക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെണ്ടുമല്ലി ഇടയ്ക്ക് നട്ട് കൊടുത്താൽ എന്താണ്? അത് കീടബാധ കുറയ്ക്കാൻ നല്ലൊരു മരുന്നാണ്. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ ഈ പ്രാണികൾ കരണ്ട് തിന്നിരിക്കുന്നതാണ് തന്നിരിക്കുന്നത്. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാണികൾ എന്ത് ചെയ്യുന്നു? മുട്ടയിട്ട് ഈ പ്രാണികൾ ഈ ഇലകളൊക്കെ തിന്നുമ്പോൾ അത് എന്തിനെ ബാധിക്കും? കൃഷിയെ ദോഷകരമായി ബാധിക്കും. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അപ്പോൾ ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിനാണ് പറഞ്ഞത് എന്താണ്? ചെണ്ടുമല്ലി ഇടയ്ക്ക് നട്ടുകൊടുത്താൽ മതിയാവും. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റുമെന്നാണ് പറയുന്നത്. ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? ചർച്ച ചെയ്യൂ. അപ്പോൾ കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. തണ്ടുതുരപ്പൻ പുഴു, അതുപോലെ ഇല തിന്നുന്ന പുഴു, ഇതൊക്കെ കൃഷിക്ക് ദോഷമുണ്ടാക്കുന്നവയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സുഗന്ധ വ്യഞ്ജനങ്ങൾ? ഏലം, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇത് എന്തിനായിരിക്കും? കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. അപ്പോൾ കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്? അവ സുഗന്ധവ്യഞ്ജനങ്ങളാകുന്നതെന്നാണ് പറയുന്നത്. പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. അപ്പം ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അപ്പോൾ ഈ പുഴുക്കൾ എന്താണ്? ഉപദ്രവകാരികളല്ല, ചിലത് വളരെ ഉപകാരമുള്ളവയുമാണ്. ചത്ത ജീവികളെയും അവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? പുഴുക്കളാണ്. ഇനി ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ലഘുക്കുറിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രാണികൾ ഭക്ഷണത്തിന്. എങ്ങനെയാണെന്ന് നോക്കാം. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുപ്രാണികളുടെ പ്രത്യേകത, അതിൽ ധാരാളം മാംസ്യം, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർന്നൊരു പോഷക സമൃദ്ധമായ ആണ് ഈ ചെറുപ്രാണികൾ എന്ന് പറയുന്നത്. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഭക്ഷണത്തിനായിട്ട് കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്നു.
ഇനി വർണ്ണച്ചിറകുള്ള പ്രാണികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? അപ്പോൾ നമുക്ക് ഇവിടെ ചില പലതരത്തിലുള്ള ചിത്രശലഭങ്ങളെ തന്നിട്ടുണ്ട്. എന്താണ്? വരയൻ കടുവ, വിലാസിനി, ഇതൊക്കെ പ്രധാനപ്പെട്ട, അതുപോലെ ബുദ്ധമയൂരി, ഇതൊക്കെ പ്രധാനപ്പെട്ട ചിത്രശലഭങ്ങളാണ്. ബുദ്ധമയൂരി. ഇനി ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകളും ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? നാരകശലഭമുണ്ട്, അരളിശലഭം, വെള്ളിലത്തോഴി ശലഭം, എരുക്കുതപ്പി, ഇതൊക്കെ പ്രധാനപ്പെട്ട ചിത്രശലഭങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? എരുക്കുതപ്പിയുണ്ട്, വെള്ളിലത്തോഴിയുണ്ട്, അരളിശലഭമുണ്ട്, നാരകശലഭം, ഇതൊക്കെ. അപ്പം നാരകശലഭം, അരളിശലഭം, എരുക്കുതപ്പി, വെള്ളിലത്തോഴി, ഇപ്പം ഇവരൊക്കെ പ്രധാനപ്പെട്ട ചിത്രശലഭങ്ങളാണ്. ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്തുകൊണ്ടാണ്? ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. അപ്പോൾ ശലഭങ്ങളുടെ നമുക്കറിയാം, ശലഭോദ്യാനങ്ങളൊക്കെ ഒരുപാട് ശലഭോദ്യാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെന്മല കാണപ്പെടുന്ന ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ഏത്? അതാണ് ശലഭോദ്യാനം. നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ശലഭോദ്യാനം നിർമ്മിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്കുള്ളതാണ്. ഇനി നിശാശലഭങ്ങളുണ്ട്, അഥവാ മൂത്തുകൾ. ശലഭങ്ങളെ എപ്പോഴൊക്കെയാണ് കാണുന്നത്? രാത്രികാലങ്ങളിൽ കാണാറുണ്ടോ? എന്താണ് അവയുടെ സവിശേഷതകളെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. ചിത്രശലഭങ്ങളെ പോലെ അവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. അപ്പോൾ ഈ നിശാശലഭങ്ങൾ എന്താണ്? കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല, അതിന് വലിയ നിറമൊന്നും ഉണ്ടാകത്തില്ല, ഇരുണ്ട ചാര കളറിലൊക്കെ ഉള്ളതായിരിക്കും നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. അപ്പോൾ ചില നിശാശലഭങ്ങളുടെ പ്രത്യേകത തൂവൽ പോലുള്ള സ്പർശനികളുള്ള നിശാശലഭങ്ങളുണ്ട്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ, ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് നിശാശലഭത്തിൻ്റെ കൊക്കൂണിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഇനി വെങ്കണനീലി. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തരം നിശാശലഭമാണ് ഈ വെങ്കണനീലി എന്ന് പറയുന്നത്. നോക്കാം. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി. അപ്പോൾ ഈ പകൽ നേരങ്ങളിലാണ് നമ്മുടെ ഈ നീല നിറമുള്ള ആരെ കാണുന്നത്? നമ്മുടെ വെങ്കണനീലി എന്ന് പേരുള്ള ശലഭത്തെ കാണുന്നത്. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും എന്താണ്? വെങ്കണനീലി എന്ന് പറയുന്നത് ചിത്രശലഭമാണ്. അപ്പോൾ ഇത് ചിത്രശലഭമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അപ്പോൾ ഇതെന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെങ്കണനീലി എന്ന് പറയുന്നത് നിശാശലഭമാണ്. പക്ഷേ ഇതിനെ പകൽ കാണപ്പെടുന്നു. ഇത് പകൽ എന്താണ്? നീല നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിശാശലഭമായതുകൊണ്ട് തന്നെ ഏത് കുടുംബത്തിലാണ്? നിശാശലഭ കുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്? വെങ്കണനീലി. വെങ്കണ മരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. അപ്പോൾ ഈ ഒരു നിശാശലഭത്തിന് ആ പേര് വന്നത് എന്താണ്? വെങ്കണനീലി എന്ന് പേര് വന്നത് വെങ്കണ മരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ആ ശലഭത്തിന് ആ പേര് വന്നത്. ഇനി നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകളാണ് അറിയാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചെറുജീവികൾ ഏതൊക്കെയാണ്? നമ്മുടെ ചെറുജീവികളുടെ ലോകം. അപ്പോൾ പ്രധാനപ്പെട്ട ചെറുജീവികളിൽ വരുന്നതാണ് ഏതൊക്കെയാ? നമ്മുടെ ഉറുമ്പ്, പിന്നെ തുമ്പി, പേന്, തേള്,
ചിലന്തി, പഴുതാര, പിന്നെ ആരാണിത്, ചെറിയ ബി അതായത് വണ്ട്, അതുപോലെ കൊതുക്. ഇതൊക്കെ ചെറിയ ജീവികളിൽ വരുന്നതാണ്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറു ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. എല്ലാ ഉറുമ്പുകളും ഒരേ തരത്തിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉറുമ്പുകളും ഒരേ തരത്തിൽപ്പെട്ടതാണോ? അല്ല, പല രീതിയിൽ പല കളറിലും വലിപ്പത്തിലും ഒക്കെയുള്ള ഉറുമ്പുകളുണ്ട്. അപ്പോൾ എത്ര തരം ഉറുമ്പുകൾ നിങ്ങൾക്കറിയാം പേരുകൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ചോണനുറുമ്പുണ്ട്, കടിയുറുമ്പുണ്ട്, കറുത്ത ഉറുമ്പുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഉറുമ്പുണ്ട്. ഇനി പല ധർമ്മങ്ങളാണ്, സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാവുന്നതാണ്. ഇനി ചിറകുള്ള ഉറുമ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചിറകുള്ള ഉറുമ്പുകൾ ഇനി ഞങ്ങൾക്കും പറക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചിറകുള്ള ഉറുമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. അപ്പോൾ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു? കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി ഉറുമ്പുകളെ നിരീക്ഷിക്കാം. എങ്ങനെയൊക്കെയാ? നമുക്ക് ചുറ്റുപാടുമുള്ള ഉറുമ്പുകളെ നിരീക്ഷിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറുമ്പിൻ്റെ നിറം, വലിപ്പം, അതുപോലെ എന്തൊക്കെയാ, വാസസ്ഥലം, ആഹാര സമ്പാദന രീതി, സഞ്ചാരം. ഇനി സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ജീവികളെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അറിയാനുള്ള ജീവികൾ ഏതൊക്കെയാണ്? ചിതല്, വണ്ട്, തുമ്പി, ഇതൊക്കെ എന്താണ്, സമൂഹമായി ജീവിക്കുന്ന മറ്റ് ജീവികളിൽ വരുന്നതാണ്. ഇനി പ്രാണികളുടെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രാണിയുടെ ശരീരഭാഗമായ സ്പർശനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം സവിശേഷതകളാണ് ഇവയുടെ ശരീരഭാഗങ്ങൾക്കുള്ളത്? അടുത്തത് നമ്മൾ മത്സ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് മത്സ്യങ്ങളുടെ പ്രത്യേകത? ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഇനി മത്സ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വച്ച് മുട്ട വിരിയിക്കുന്നു. ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സ്രാവ് എന്ന് പറയുന്ന മത്സ്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ശരീരത്തിനുള്ളിൽ വച്ച് മുട്ട വിരിയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഊത്തകയറ്റം. എന്താണ്? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പുതിയൊരു വാക്ക്. അപ്പോൾ എന്താണ് ഊത്തകയറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രജനനം നടത്തുന്നതിനായിട്ട് മത്സ്യങ്ങൾ കൂട്ടമായിട്ട് ഇവിടെ പോകുന്നു. കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഊത്തകയറ്റം എന്ന് പറയുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യ സമ്പത്ത് കുറയാൻ ഇടയാക്കും. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുക? ഇത് പ്രജനനം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ മത്സ്യങ്ങളെ പിടിക്കാനായിട്ട് പിടിച്ചാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മത്സ്യസമ്പത്ത് കുറയും. ഈ സമയത്ത് അതുകൊണ്ടാണ് മീൻപിടുത്തം നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത്. അതാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നത്? ട്രോളിംഗ് നിരോധനം നടത്തുന്നത്. ഇനി ചിത്രത്തിലെ മത്സ്യങ്ങൾക്ക് ചില പരിചിതമായ മത്സ്യങ്ങളെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഇവയുടെ ആവാസം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മുഷി എന്നൊരു ഇതിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചെളികളിലൊക്കെ, അതായത് ഈ ചെളിയിലൊക്കെ വളരുന്നൊരു ജീവിയാണ് ഏത്? മുഷി എന്ന് പറയുന്നത്. അതുപോലെ മത്തി. ഇനി ഉഭയജീവികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഇതാ നിറയെ മീൻ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയും നമ്മുടെ ആമ്പൽക്കുളത്തിൽ നിറയെ മീൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താണ്? അത് മീനല്ല, വാൽമാക്രികളാണ്. അപ്പോൾ എന്താണ്? ഇതാണ് വാൽമാക്രികൾ എന്ന് പറയുന്നത്. ഇനി തവളയുടെ ജീവിതചക്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? എന്തല്ല അപ്പോൾ ഇവിടെ തവള ആദ്യം എന്ത് ചെയ്യുന്നു? മുട്ടയിടുന്നു. പിന്നെ അത് വാൽമാക്രികളായിട്ട് ഈ മുട്ട ഇതാണ് വാൽമാക്രി. പിന്നെ അത് എന്താണ്? ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയാകുന്നു. പിന്നെ അതിനുശേഷം അത് ചെറിയ രീതിയിൽ തവളയുടെ ഒരു ചെറിയ സാദൃശ്യമാവുന്നു. ലാസ്റ്റിലാണ് അത് എന്ത് ചെയ്യുന്നത്? തവളയായി മാറുന്നത്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാണ് വാൽമാക്രി പൂർണ്ണ വളർച്ചയെത്തിയ തവളയായി മാറുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ജലത്തിൽ ജീവിക്കുന്നതിന് എന്തെല്ലാം അനുകൂലനങ്ങളാണ് വാൽമാക്രിക്കുള്ളത്? അപ്പോൾ അതിന് ജീവിക്കാനായിട്ട് ആവശ്യത്തിന് എന്താണ്? ഇവിടെ വാല് നിന്നിട്ടുണ്ട്, ഇവിടെ നീന്താനായിട്ട് ചിറകും വാലും ഒക്കെ ഉണ്ട് ഇവിടെയും. അതുപോലെ തന്നെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കാണുന്ന തവളയായിട്ട് മാറുന്നത്. ഇവ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണ് തവളയുടെ ശ്വസനം എങ്ങനെയാണ്? അപ്പോൾ തവളയിൽ പ്രധാനമായിട്ടും 3 രീതിയിൽ ശ്വസനം നടക്കുന്നുണ്ട്. അപ്പോൾ തവളയിൽ 3 രീതിയിലാണ് ശ്വസനം നടക്കുന്നത്. കരയിലായിരിക്കുമ്പോൾ അവിടെ നാസിക ശ്വസനമാണ് നടക്കുന്നത്. നാസിക ശ്വസനം, അതായത് മൂക്ക് കൊണ്ടാണ് തവള ശ്വസിക്കുന്നത് കരയിലായിരിക്കുമ്പോൾ. ഇനി ജലത്തിലായിരിക്കുമ്പോൾ എന്താണ്? ചർമ്മം കൊണ്ടാണ് ശ്വസിക്കുന്നത്. ചർമ്മത്തിലൂടെ നേരിട്ട് രക്തത്തിലേക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഗില്ലുകൾ കൊണ്ട് ശ്വസിക്കും. അത് ഏത് സമയത്താണ്? അത് ഈ നമ്മുടെ വാൽമാക്രി ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഗില്ലുകൾ ഉപയോഗിച്ചിട്ട് തവള ശ്വസിക്കുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് തവളയുടെ ശ്വസനം. അത് വെള്ളത്തിലായിരിക്കുമ്പോഴാണ് അങ്ങനെ ശ്വസിക്കുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് തവളകളുടെ ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. അപ്പോൾ ഒരു തവളയുടെ ജീവിതകാലം എങ്ങനെയാണ്? ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തിയ പിന്നെ അതെന്ത് ചെയ്യുന്നു? വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഇനി വളർച്ചയെത്തിയ ഒരു തവളയാണെങ്കിൽ അത് കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഇനി തവളകൾ നട്ടലുള്ള ജീവികളാണ്. ഞങ്ങൾ നട്ടലുള്ളവയാണ്. തവളകളുടെ പ്രത്യേകത നട്ടലുള്ള ജീവിയാണ് തവള. ഞങ്ങൾ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഉഭയജീവികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് ആര്? തവളകൾ എന്ന് പറയുന്നത്. ഇനി ഉഭയജീവികൾക്കൊരു നിർവചനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സിസിലിയനുകളാണ്. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ്, ഇതാണ് സിസിലിയനുകൾ. അപ്പോൾ എന്താണ് പ്രത്യേകത? പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സിസിലിയകൾ അറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് കുരുടികൾ. അപ്പോൾ കുരുടികൾ എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഈ സിസിലിയനുകളാണ്. കണ്ണുകൾ സുതാര്യമായ ത്വക്ക് കൊണ്ട് മൂടിയിരിക്കും. അപ്പോൾ കണ്ണുകളൊക്കെ സുതാര്യമായ ത്വക്ക് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ സിസിലിയനുകളെ പാമ്പുകളായിട്ട് നമുക്ക് കണ്ടാൽ ഒരു പാമ്പിൻ്റെ ചേലുണ്ട് അല്ലേ? ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ആരാണ്? ഉരഗങ്ങൾ, റെപ്റ്റൈൽസ് ആണ്. ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ ഉരഗങ്ങളെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിപ്പിക്കുന്നതാണ് ഈ ഉരഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആരാ? പാമ്പുണ്ട്, ഇവിടെ പല്ലിയുണ്ട്, അരണയുണ്ട്, ആമയുണ്ട്, ചീങ്കണ്ണിയുണ്ട്, മുതലയുണ്ട്, ഓന്തുണ്ട്, ചീങ്കണ്ണി. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇഴജന്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ ഉരഗങ്ങളിൽ വരുന്നതാണ്. ഈ ജീവികളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പോൾ മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നവയാണ് ഈ ജീവികളെന്ന് പറയുന്നത്. ഇനി ഇവ എന്ത് ചെയ്യുന്നു? ഇവ ഇഴഞ്ഞു നീങ്ങുന്ന വർഗത്തിൽപ്പെട്ട ഉരഗങ്ങളാണ്. അപ്പോൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇനി അടുത്ത് നമ്മൾ പാമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഉരഗവർഗത്തിൽപ്പെട്ട ജീവികളാണ് ആരാ? പാമ്പുകൾ എന്ന് പറയുന്നത്. ഉരഗവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെല്ലാം പാമ്പുകളുടെ പേര് നിങ്ങൾക്കറിയാം? അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പാമ്പിനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ അണലിയുണ്ട്, അതുപോലെ ചേരയുണ്ട്, പിന്നെ ഏതാണ്? മൂർഖനുണ്ട്, ശംഖുവരയനുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി പാമ്പുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്.
എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? വിഷമില്ലാത്ത പാമ്പുകൾ ഏതാണ്? അപ്പോൾ ഈ ചേര എന്ന് പറയുന്ന പാമ്പ്, ചേരയ്ക്ക് വിഷമില്ല. അതുപോലെ പച്ചിലപ്പാമ്പ്, അതിനൊന്നും വിഷമില്ലാത്ത പാമ്പുകളാണ്. ഇനി വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകളാണ് ഈ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? മൂർഖൻ. വികസിപ്പിക്കാവുന്നതും പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകെയുമായി വീതിയുള്ള 2 വലയങ്ങളും ഉള്ള ജീവികളാണ് ഏത്? മൂർഖൻ എന്ന് പറയുന്നത്. അപ്പം മൂർഖൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കാവുന്ന പത്തി. ഇതേപോലെ ഇരിക്കും. മൂർഖനെ കണ്ട ഇതേപോലെ വികസിച്ച് വരും പത്തിയൊക്കെ. അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ബന്ധിച്ചിരിക്കും. കഴുത്തിന് താഴെയാണെങ്കിൽ കുറുകേതായി ഇങ്ങനെ ഒരു വര കാണും, ഒരു വരയുണ്ടാവും. വീതിയുള്ള 2 വളയങ്ങളായിട്ട് ആണ് ഉള്ളത്. ഇനി അടുത്ത് രാജവെമ്പാല. രാജവെമ്പാലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഇങ്ങനെ ഒരു അടയാളമുണ്ട്. ഇതാണ് ഈ അടയാളം. 5 പോയിൻ്റ് ഈ അടയാളം എന്താണ്? 5 മീറ്റർ വരെ നീളം. അപ്പോൾ 5 മീറ്റർ വരെ ആ ഒരു അടയാളം നീളമെന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങളുള്ള പാമ്പാണ് നമ്മുടെ രാജവെമ്പാല. വാലിന് നല്ല കറുപ്പുണ്ടായിരിക്കും. അപ്പോൾ വാൽ ഭാഗം എങ്ങനെയാണ്? നല്ല കറുത്ത അടയാളമുള്ളതാണ് നമ്മുടെ രാജവെമ്പാല. ഇനി അടുത്ത് നമ്മൾ ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നും പറയുന്നു. അപ്പം നോക്കാം. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ കറുത്തിരണ്ട നിറം ഉള്ള ജീവിയാണ് ഏത്? ശംഖുവരയൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ. ശരീരത്തിന് നല്ല സിൽവർ കളറിലുള്ള ഈ കുറുകെയുള്ള മോതിരത്തിൻ്റെ ഇതുപോലുള്ള വരയുണ്ടാവും. അതാണ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് അണലി അഥവാ ചേനത്തണ്ടൻ എന്ന് പറയും. ത്രികോണാകൃതിയിലുള്ള വലിയ തലയുള്ള ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികളുള്ള പാമ്പാണ് അണലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് അണലി. ഇനി അടുത്ത് കടൽ പാമ്പ് അല്ലെങ്കിൽ വലക്കടിയൻ എന്ന് പറയും. വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളുണ്ടാവും. അതാണ് കടൽ പാമ്പ് അഥവാ വലക്കടിയൻ എന്ന് പറയുന്നത്. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. അപ്പോൾ കൂടുതൽ പാമ്പുകളുടെയും പ്രത്യേകത എന്താണ്? അവ വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ എന്തുള്ളൂ? വിഷമുള്ള പാമ്പുകൾ 5 ഇനത്തിലുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി പാമ്പ് കടിയേറ്റാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. പാമ്പുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി തൂവൽ കുപ്പായക്കാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. പക്ഷികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതെല്ലാം പക്ഷികളെ തിരിച്ചറിയാനാവും? അപ്പോൾ പ്രധാനപ്പെട്ട പക്ഷികളെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ തൂവലുകളുടെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷിയുടെ നിറം, വലുപ്പം, ആഹാരം, അതിൻ്റെ കൂട്, കാലിൻ്റെ ആകൃതി, കൊക്കിൻ്റെ പ്രത്യേകത, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സസ്തനികളെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. എന്തെല്ലാമാണെന്ന് പറയാമോ? അപ്പോൾ ഇവർക്കെല്ലാവർക്കും എന്തുണ്ട്? ചെവിക്കുടയുണ്ട്. അപ്പോൾ ചെവിക്കുടയുള്ളവരാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ മൃഗങ്ങളും. ഇനി ഇവയെല്ലാം എന്താണ്? പക്ഷികളുടെയൊക്കെ പ്രധാനപ്പെട്ടത് 4 കാലുള്ളവയാണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് എന്താണ്? രോമങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ ജീവികളുടെ പ്രത്യേകത. ഇനി കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്തനികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. അപ്പോൾ സസ്തനികളിൽ വരുന്ന ചിലരെ നമുക്ക് പരിചയപ്പെടാം. ആരൊക്കെയാണ് സസ്തനികളിൽ വരുന്നത്? നീലത്തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ മുതലായവ പ്രധാനപ്പെട്ട സസ്തനികളിൽ വരുന്നതാണ്. അപ്പോൾ സസ്തനികൾ ഏതൊക്കെയാണ്? ഡോൾഫിനുണ്ട്, തിമിംഗലമുണ്ട്, വവ്വാലുണ്ട്, നീർനായ, ഇതൊക്കെ പ്രധാനപ്പെട്ട സസ്തനികളാണ്.
ചില സസ്തനികൾ വളർത്തുമൃഗങ്ങളാണല്ലോ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്. അപ്പോൾ മാംസത്തിന്, അതുപോലെ പാലിന്, പിന്നെന്താണ് ചാണകം, അതുപോലെ വളം, ഇതൊക്കെ ഏതാണ് നമ്മുടെ സസ്തനികളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ രോമത്തിനായിട്ടും തുകലിനായിട്ടും ഒക്കെ വളർത്താറുണ്ട്. വളർത്തു മൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ടല്ലോ. ഏതെല്ലാം രോഗങ്ങളാണെന്ന് കണ്ടെത്തുക. അപ്പോൾ പട്ടി കടിച്ചാൽ എന്തുണ്ടാകും? വിഷബാധ ഉണ്ടാകും. അതുപോലെ തന്നെ പൂച്ച, അങ്ങനെ ഒക്കെ. അതുപോലെ കന്നുകാലികളിൽ നിന്നും രോഗങ്ങൾ ഉണ്ടാകാം. ഇനി വളർത്തു മൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുള്ള ജീവികളാണ്. അപ്പോൾ നട്ടെല്ലുള്ള ജീവികളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? മത്സ്യങ്ങളുണ്ടാകും, ഉഭയജീവികൾ, അതായത് തവള പോലുള്ള ഉഭയജീവികൾക്ക്, സിസിലിയൻ ഇതൊക്കെ പോലുള്ള ഉഭയജീവികൾക്ക് എന്തുണ്ട്? നട്ടെല്ലുണ്ട്. അതുപോലെ ഉരഗങ്ങൾക്ക് എന്തുണ്ട്? നട്ടെല്ലുള്ള ജീവികളാണ് ഉരഗങ്ങൾ. പക്ഷികൾ, സസ്തനികൾ, ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്കെല്ലാം എന്തുണ്ട്? നട്ടെല്ല് ഉണ്ട്. ഇനി അന്യം നിൽക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. അപ്പോൾ ഒരുപാട് കാരണങ്ങളും എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട വംശനാശത്തിൻ്റെ പേരിൽ എന്താണ്? ജീവികൾക്ക് വംശനാശം വന്നവരും ധാരാളമുണ്ട്. ഇനി ഇവരുടെ ഈ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, വനനശീകരണം, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കൽ, അതൊക്കെ എന്താണ്? ഓരോ ജീവികളുടെയും ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നവയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടുവാച്ചിലന്തി. അപ്പോൾ ഇതാണ് കടുവാച്ചിലന്തി. അത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. മണവാട്ടിത്തവള, കണ്ടാലും ഒരു മണവാട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു തവളയാണിത്, മണവാട്ടിത്തവള. ഈനാമ്പേച്ചി. അപ്പോൾ ഇതൊക്കെ എന്താണ്? വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. ഏതൊക്കെയാണ്? കടുവാച്ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി മുതലായവ. ഇനി അതുപോലെ തന്നെ ജീവികളും അന്ധവിശ്വാസങ്ങളുമുണ്ട്. ഈ ചിത്രത്തിലെ ജീവികളാണ് തന്നിരിക്കുന്നത്. വെള്ളിമൂങ്ങ, ഇരുതല മൂരി, നക്ഷത്രയാമ, സർപ്പം. അപ്പോൾ ഈ ജീവികളെക്കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രചാരണങ്ങളാണ് ഉണ്ടാക്കുക? അപ്പോൾ ഇതൊക്കെ എന്താണ്? അന്ധവിശ്വാസങ്ങളിലൂടെ എന്തുണ്ടാകും? സാമ്പത്തിക ചൂഷണം ഉണ്ടാകും, ജീവികളുടെ വംശനാശം ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സുകൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടി തന്നെ ഒരൊറ്റ പ്ലേലിസ്റ്റാക്കി നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരെല്ലാവരും കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് കൂടി ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.